ലാലേട്ടൻ ഇന്ന് വന്ന എപ്പിസോഡിൽ ലക്ഷ്മിയെയും മസ്താനിയെയും ശരിക്കും പൊരിച്ചു. കാരണം അവരുടെ ഹൗസിനുള്ളിലെ പെരുമാറ്റമാണ്. ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിളാണല്ലോ. അപ്പോൾ അവരെ ഇവർക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം ഗെയിം നടക്കുന്ന സമയത്ത് ആദിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ട് ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട്. അത് അക്ബറോടായിട്ടാണ് പറഞ്ഞത്. ഇവളുമാരെയൊന്നും നിൻ്റെ വീട്ടിൽ കയറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പുറത്തുള്ള പലരും കണ്ടു. ബിഗ് ബോസിന് മെയിലിലൂടെയും കത്തിലൂടെയും ഒക്കെ ഇങ്ങനെ പറയുവാൻ കൊള്ളാമോ എന്ന് വിവരം തിരക്കിയതായിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത്. പലർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഈ ബിഗ് ബോസ് എന്ന ഷോ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷ്മിയോടും മസ്താനിയോടുമാണിത് സംസാരിച്ചത്. കാരണം ഹൗസിനുള്ളിലുള്ള പലരും തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മിക്കും മസ്താനിക്കും ഇവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ പറ്റുന്നില്ല, ഇവരെ നോർമലൈസ് ആയിട്ട് കാണുവാൻ കഴിയുന്നില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. എൻ്റെ കുട്ടി വരെ കാണുന്ന ഒരു ഷോയാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്നാണ് ലക്ഷ്മി പറയുന്നത്. അക്ബർ അതിന് മറുപടിയായിട്ട് പറയുന്നത്, ലക്ഷ്മി അവിടെ നിന്നും മാറിയാൽ തന്നെ ലക്ഷ്മിയുടെ കുട്ടി നല്ലതായിട്ട് വളരും എന്നാണ് അക്ബർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടനത് പറഞ്ഞ സമയത്താണ് നൂറ ലാലേട്ടൻ്റെ നേർക്ക് കൈകൂപ്പി കാണിക്കുകയാണ്. നിൻ്റെ വീട്ടിലൊന്നും കയറ്റുവാൻ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറയുമ്പോഴാണ് നൂറ ഇങ്ങനെ ലാലേട്ടനെ നോക്കി കൈകൂപ്പുന്നത്. ശരിക്കും എന്തു പറഞ്ഞാലും ലക്ഷ്മിയെയും മസ്താനിയെയും ലാലേട്ടൻ ഹൗസിലിട്ട് പൊരിച്ചു. പക്ഷേ മസ്താനിക്ക് കുറേയൊക്കെ കുലുക്കമുണ്ട്, പറഞ്ഞതിനെ വിയോജിപ്പുമുണ്ട്. പക്ഷേ ഈ ലക്ഷ്മി യാതൊരു കൂസലുമില്ലാതെയാണ് ഹൗസിനുള്ളിൽ കാണപ്പെട്ടത്. ലാലേട്ടനോട് തന്നെ വളരെ വീറോടും വാശിയോടും കൂടിയാണ് സംസാരിച്ചത്. എനിക്കിത് ഇഷ്ടമല്ല, ഞാനിവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിദേശത്തൊക്കെ പഠിച്ച ആളല്ലേ, ഇവരും വിപ്രോയിലാണ് ജോലി ചെയ്യുന്നത്, അവരോട് തന്നെ ചോദിച്ചു. അപ്പം ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മാർക്കറ്റിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. വളരെ പ്രൗഡായിട്ടാണ് ലക്ഷ്മി പറയുന്നത്. അതുപോലെ തന്നെ നല്ല ജോലിയുള്ള 2 കുട്ടികളാണ് ആദിലയും നൂറയും. അവർ ജോലി ചെയ്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ടും ജീവിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, ഹൗസിലുള്ളവരെല്ലാം തന്നെ ഇവരെ വളരെയധികം അംഗീകരിക്കുന്നതായിട്ട് സ്നേഹിക്കുന്നതായിട്ടുമാണ് അനീഷ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. പക്ഷേ മസ്താനിക്കും ലക്ഷ്മിക്കും യാതൊരു മാറ്റവുമില്ല. മസ്താനി കുറേയൊക്കെ മാറുന്നുണ്ട് എങ്കിലും ലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഈ എപ്പിസോഡിൽ കണ്ടത്.